CPMLA യു പ്രതിഭയുടെ മകനെ കഞ്ചാവുമായി പിടികൂടിയതിന് പിന്നാലെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റി. PK ജയരാജനെയാണ് മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയത്. വിരമിക്കാൻ 5 മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് സ്ഥലം മാറ്റം. ഡെപ്യൂട്ടി കമ്മീഷണറായ PK ജയരാജ് ജില്ലയിലെ മദ്യമാഫിയയ്ക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരുന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, വളരെ പ്രത്യക്ഷമാണ് ജയരാജിന്റെ സ്ഥലമാറ്റത്തിൽ ഉണ്ടായ വിവരം. യു പ്രതിഭ MLAയുടെ മകനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് FIR പുറത്തുവരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. തീർച്ചയായും രാഷ്ട്രീയ വിരോധം തീർക്കലാണ് ഈ സ്ഥലം മാറ്റത്തിന് പിന്നിലെന്നാണ് വിമർശനം. വിവരങ്ങൾ നീലിമ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വിരമിക്കാൻ 5 മാസം സമയം മാത്രമുള്ള ഒരു ഉദ്യോഗസ്ഥൻ, കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥനെയാണ് 5 മാസത്തിന് മാത്രം ഉള്ള ഒരു സമയത്ത് മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ജനറൽ ട്രാൻസ്ഫർ എന്നുള്ള വിശദീകരണം വരുന്നു എങ്കിൽ പോലും തികച്ചും ശത്രുതാപരമായ ഒരു നടപടി, പ്രതികാരപരമായ ഒരു നടപടിയാണ് ഈ ആലപ്പുഴയിലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജിനെതിരെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ജയരാജിനെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. നാട്ടുകാരുടെയും ഒക്കെ പരാതിയിൽ നിരവധി തവണ ഇത് ലോക്കലായിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് ഈ ഗ്രാമപ്രദേശങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ യുവാക്കളടക്കം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നൊരു വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ജയരാജ് അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെ ഒരു അന്വേഷണത്തിനിടയിലാണ് കഴിഞ്ഞ ദിവസം തകഴി പാലത്തിനടിയിൽ വെച്ച് അവിടെ പുലിമുഖം ബോഡ്ജെട്ടിയിൽ വെച്ച് യു പ്രതിഭയുടെ മകനടക്കമുള്ള 7 യുവാക്കളെ എക്സൈസ് പിടികൂടുന്നത്. കുട്ടനാട് സ്ക്വാഡാണ് പിടികൂടുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് പോലും ഈ MLAയുടെ മകൻ എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ എക്സൈസിന്റെ റിപ്പോർട്ടുകളിലടക്കം MLAയുടെ മകന്റെ പേരുകളും ഒപ്പം തന്നെ ഈ മകനെതിരെ കേസും ഒക്കെ എടുത്തിരുന്നു. തീർച്ചയായും അതിന്റെ ഒരു പ്രതികാര നടപടി എന്നോണം തന്നെ വേണം ഈ 5 മാസം മാത്രം വിരമിക്കാൻ സമയമുള്ളപ്പോൾ PK ജയരാജിനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ജനറൽ ട്രാൻസ്ഫറിന്റെ കാറ്റഗറിയിൽ പെടുത്തിയുള്ള സ്ഥലമാറ്റമാണ് എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം ഈ MLAയുടെ മകനെതിരെ ഉള്ള ഒരു നടപടി എടുക്കാൻ ധൈര്യം കാണിച്ച ഒരു ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ പല ഇടങ്ങളിലും ഇത്തരത്തിൽ മദ്യ മാഫിയ സംഘങ്ങൾ പിടിമുറുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ജയരാജ്. എന്തായാലും ജനറൽ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. 5 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതികാരപരമായ ഒരു നടപടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനെ തന്നെയാണ് പല ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങളൊക്കെ ഉയരുന്നത്. എന്തായാലും നിഷ, യു പ്രതിഭ MLAയുടെ കാര്യം മാത്രമല്ല, നേരത്തെ ഈ CPM പ്രവർത്തകരെ ഒട്ടേറെ കേസുകളിൽ MDMA പിടിച്ചതിന്, അതുപോലെ മദ്യ മാഫിയയുമായി ബന്ധം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ CPM പ്രവർത്തകർ കൂട്ടത്തോടെ അറസ്റ്റിലാകുന്നൊരു സാഹചര്യമൊക്കെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ കൂടി ഒരു വൈരാഗ്യമാണ് ഇപ്പോൾ തീർത്തിരിക്കുന്നത് എന്നല്ലേ പറയേണ്ടത്? തീർച്ചയായും അതും ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചേർത്ത് പറയാവുന്ന കാര്യമാണ്. കായംകുളം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ ഈ മയക്കുമരുന്നുമായി പിടികൂടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുത്ത ഉദ്യോഗസ്ഥനാണ് ജയരാജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ, അദ്ദേഹത്തെ ഇവിടെ നിന്നും മാറ്റുക എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള ആലോചനകളൊക്കെ നടക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ അടുത്തിടെ വളരെ കോളിളക്കം സൃഷ്ടിച്ചെന്ന് തന്നെ നമുക്ക് പറയണം. കാരണം മകനെ കഞ്ചാവുമായി പിടികൂടിയതിന് പിന്നാലെ യു പ്രതിഭ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർക്കെതിരെയൊക്കെ വളരെ അപകീർത്തികരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. മാധ്യമപ്രവർത്തകർ നക്കാപ്പിച്ച വാങ്ങി പോകുന്ന ആളുകളാണ്. അങ്ങനെ എല്ലാ ദൃശ്യമാധ്യമങ്ങൾക്കും എതിരെയുള്ള അപകീർത്തികരമായ പ്രസ്താവനകളൊക്കെ നടത്തി. എന്നാൽ താൻ ഈ കേസിനെ നിയമപരമായി നേരിടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മകനെ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തില്ല എന്ന് അവർ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് സ്ഥാപിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ മകനെതിരെയുള്ള. അത് മാത്രമല്ല, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ അവഹേളിക്കുകയും അവർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യുമെന്നൊക്കെ ഭീഷണി മുഴക്കുകയും ചെയ്തു MLA. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഇവർ പറഞ്ഞത് മകനെ കേസിൽ കസ്റ്റഡിയിൽ എടുത്തില്ല എന്ന് ഇവർ ആദ്യത്തെ ദിവസത്തെ ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നുണ്ട്. അതിനുശേഷം മണിക്കൂറുകൾക്കകമാണ്
എക്സൈസിന്റെ കൃത്യമായ രേഖ പുറത്തുവിട്ടുകൊണ്ട് ഈ ഒരു നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ആ ഒരു രേഖ പുറത്തുവിട്ടുകൊണ്ട് യു പ്രതിഭയുടെ മകൻ കനിവ് 9ാമത്തെ കേസിലെ 9ാം പ്രതിയാണ് എന്നുള്ള ആ ഒരു വ്യക്തമായ റിപ്പോർട്ട് സഹിതം നമ്മൾ വാർത്ത കൊടുക്കുന്നത്, നമ്മളടക്കമുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നത്. ആ ഒരു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരാൻ കാരണം എത്രയോ ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കേസാണെങ്കിൽ പോലും ഈ ജയരാജനെ പോലെയുള്ള ശക്തനായ ഒരു ഉദ്യോഗസ്ഥനുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കേസൊന്നും ഒതുക്കി തീർക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. തീർച്ചയായും അതിന്റെയൊക്കെ ഒരു വൈരാഗ്യ നടപടി തന്നെയാണ് ഇപ്പോൾ ഈ വിരമിക്കാൻ 5 മാസം മാത്രം സമയമുള്ളപ്പോൾ ജയരാജനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത്. നീലിമ. നിഷ, സാധാരണഗതിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിരമിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്നതാണ് സർവീസ് ചട്ടം അനുസരിച്ചൊക്കെ പറയുന്നത്. പക്ഷേ ഒരു കാരണവും ചൂണ്ടിക്കാട്ടാതെയാണ് വിരമിക്കാൻ 5 മാസം മാത്രം ബാക്കി നിൽക്കെ മലപ്പുറത്തേക്ക് ജയരാജനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായത്. അത് തന്നെ വളരെ കൃത്യമായി രാഷ്ട്രീയ വിമർശനങ്ങൾ വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ പകപോക്കുകയാണ്. ജില്ല സ്വദേശിയാണ്. കൊല്ലത്തിനോട് തൊട്ടടുത്ത ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനി 5 മാസം മാത്രമാണുള്ളത്. ഒരിക്കലും ഒരു ജനറൽ ട്രാൻസ്ഫറിന്റെ ഭാഗമായി ജയരാജന് ഒരിക്കലും സാധാരണ നിലയിൽ സ്ഥലമാറ്റം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ കൊല്ലത്തേക്ക് അദ്ദേഹത്തിന് ഈ ജനറൽ ട്രാൻസ്ഫർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് കൊല്ലത്തേക്ക് സ്ഥലമാറ്റം നൽകാവുന്നതാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ പ്രതികാര നടപടി എന്നോണം അദ്ദേഹത്തെ മലപ്പുറം ജില്ലയിലേക്ക്, ആലപ്പുഴയിൽ നിന്നും മലപ്പുറം ജില്ലയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. 5 മാസം മാത്രം വിരമിക്കാൻ ബാക്കിയുള്ളപ്പോഴാണ് സർക്കാരിന്റെ ഈ ഒരു പ്രതികാര നടപടി. കഞ്ചാവ് കേസും ഒപ്പം തന്നെ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി ശക്തമായ നടപടികളൊക്കെ സ്വീകരിച്ച ആ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ സർക്കാർ പ്രതികാര നടപടിയുടെ ഭാഗമായി മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളത്. നീലിമ. ശരി നിഷ, ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് സ്ഥലം മാറ്റമുണ്ടായിരിക്കുകയാണ്. നടപടി യു പ്രതിഭ MLA യുടെ മകനെതിരെ കഞ്ചാവ് കേസിൽ കേസെടുത്തതിന് പിന്നാലെയാണ്.